പെബിൾസ് മലയാളം. ക്ഷമിക്കൂ എന്ന് പറയാൻ പഠിക്കുക. ഒരിക്കൽ ഒരു ഭാര്യയും ഭർത്താവും അവരുടെ മകനും കാട്ടിലൂടെ നടക്കുകയായിരുന്നു. വേഗം ഇങ്ങോട്ട് നടക്ക്. നേരെ ഉരുട്ടുന്നതിന് മുമ്പ് നമുക്ക് ഈ കാട് എങ്ങനെയെങ്കിലും കടക്കണം. ഞങ്ങൾ വരുന്നുണ്ട്. നമ്മൾ വളരെ സൂക്ഷിക്കണം. കള്ളന്മാർ ഇവിടെ പതുങ്ങിയിരുന്ന് നമ്മളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വേഗം നടക്ക്. അച്ഛാ, അവർ നമ്മളെ ആക്രമിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെക്കുറിച്ച് നീ വിഷമിക്കേണ്ട. നിന്റെ അച്ഛനത് നോക്കിക്കോളും. നീ സൂക്ഷിച്ച് നടന്നാ മതി. ശരിയമ്മേ. അവർ നടന്നുകൊണ്ടിരിക്കെ നിക്ക്. ആരോ അവിടെ സംസാരിക്കുന്ന കേട്ടോ? ഞാൻ കേട്ടു. ഓ, ഒരു കുടുംബം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വിലമതിപ്പുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. വേഗം കയ്യിലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ തരൂ, ഇല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കൊല്ലും. മര്യാദക്കെടുക്ക്. നോക്കൂ, ഞങ്ങളുടെ പക്കൽ ഒന്നുമില്ല. ഞങ്ങൾ കുറച്ച് പണം ചേർത്ത് വെച്ചു. അതുകൊണ്ട് ഞങ്ങൾക്കൊരു കാര്യമുണ്ട്. ഞങ്ങളെ നിങ്ങളൊന്നും ചെയ്യരുത്. മതി സംസാരിച്ചത്. മര്യാദയ്ക്ക് കയ്യിലുള്ള സാധനങ്ങളെല്ലാം ഇങ്ങെടുക്ക്. അതേസമയം ആൺകുട്ടി ചുറ്റും നോക്കിക്കൊണ്ടേയിരുന്നു. അച്ഛനമ്മമാരെ രക്ഷിക്കാൻ അവൻ ആഗ്രഹിച്ചു. പെട്ടെന്നവൻ ഒരു മരത്തിന്റെ മുകളിൽ ഒരു വലിയ തേനീച്ചക്കൂട് കണ്ടു. അവൻ ഒരു കല്ലെടുത്ത് അതുകൊണ്ട് തേനീച്ചക്കൂട്ടിൽ എറിഞ്ഞു. അത്ര തന്നെ. തേനീച്ചകൾ മൂളിക്കൊണ്ട് പറക്കാൻ തുടങ്ങി. അവ കള്ളന്മാരെ ആക്രമിച്ചു. അതേസമയം വേഗം വരൂ, നമുക്കിവിടുന്ന് രക്ഷപ്പെടാം. വരൂ അച്ഛാ, വരൂ അമ്മേ. എല്ലാവരും അതിവേഗം ഓടാൻ തുടങ്ങി. ഇതൊട്ടും പ്രതീക്ഷിക്കാത്ത കള്ളന്മാർക്ക് വളരെയധികം മുറിവുകളുണ്ടായി. അവർ വേദന കൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നു. എന്റെ പൊന്നു മോനെ, നീ വളരെ ധൈര്യശാലിയാണ്. നിന്റെ ധൈര്യം നമ്മുടെ സ്വത്തും പ്രയത്നവും എല്ലാം സംരക്ഷിച്ചു. നീ നല്ല കുട്ടിയാണ്. ശരി, സമയം കളയണ്ട, നമുക്ക് പോകാം. വാ. 3 പേരും വീണ്ടും യാത്ര തുടർന്നു. ഡബിൾ മൈൻഡ്. തീരുമാനമെടുക്കാനുള്ള കഴിവുകേട്. ബ്ലെയിം. ഒരാളുടെ മേൽ പഴി ചുമത്തുക. അഷെയിം. നാണക്കേട് തോന്നുക അഥവാ ലജ്ജിക്കുക. ധൈര്യവാന്മാരാവുക. ശ്രവണൻ എന്നൊരു രാജാവിന് നായാട്ട് വളരെ ഇഷ്ടമായിരുന്നു. സൈനികരെ, നാളെ ഒരു നായാട്ടിന് പോകാനുള്ള ഒരുക്കങ്ങൾ ഉടൻ തന്നെ ചെയ്തുകൊള്ളുക. കൽപ്പന പോലെ മഹാരാജാവേ. അടുത്ത ദിവസം രാജാവ് യാത്ര പുറപ്പെട്ടു. നായാട്ട് നടത്തിയപ്പോൾ പല മാനുകളുടെയും ജീവൻ നഷ്ടപ്പെട്ടു. രാജാവ് കാട്ടിൽ നിന്ന് പോയ ഉടനെ, ഇന്ന് വീണ്ടും നമ്മുടെ പല ബന്ധുക്കളും കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇതൊരു പതിവായി തീർന്നിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ഞാൻ മഹാരാജാവിനോട് സംസാരിക്കും. അടുത്ത ദിവസം മാൻ മഹാരാജാവിനെ കൊട്ടാര ഉദ്യാനത്തിൽ വെച്ച് കണ്ടു. ഹേയ്, നീ എന്താണ് അവിടെ ചെയ്യുന്നത്? മഹാരാജൻ, അങ്ങയോടൊരു സഹായം ചോദിക്കാനാണ് ഞാൻ വന്നത്. ചോദിക്ക. രാജൻ, താങ്കൾ നായാട്ടിന് കാട്ടിലേക്ക് വരേണ്ടതില്ല. ഞാൻ ആഴ്ചതോറും ഓരോ മാനിനെ പറഞ്ഞയക്കാം. അങ്ങ് ഈ ഉദ്യാനത്തിൽ വെച്ച് അതിനെ വേട്ടയാടണം. ഇപ്രകാരം നായാട്ടിനുള്ള അങ്ങയുടെ ആഗ്രഹം പൂർത്തിയാകും. ഞങ്ങൾക്കും കൂടുതൽ ബന്ധുക്കളുടെ ജീവൻ നഷ്ടപ്പെടില്ല, കൂട്ടുകാരുടെയും. കൊള്ളാം, നല്ല ആശയമാണത്. ഞാനത് അംഗീകരിക്കുന്നു. അങ്ങനെ തീരുമാനിച്ചതുപോലെ ഓരോ ആഴ്ചയും ഓരോ മാനുകൾ വേട്ടയാടപ്പെട്ടു. മഹാരാജാവ് ഉദ്യാനത്തിൽ ആ മാനിനെ വേട്ടയാടി. മാസങ്ങൾ കടന്നുപോയി. ഓ, എനിക്ക് വേട്ടയാടാൻ സമയമായിരിക്കുന്നു. ആ, എന്റെ ഇരയിതാ വന്നിരിക്കുന്നു. പക്ഷേ മാനിന്റെ തല കണ്ടപ്പോൾ മഹാരാജാവ് ഞെട്ടി. ഹേയ്, നീ എന്തിനു വന്നു? പൊയ്ക്കോ. നീ പോയി നിന്റെ പ്രജകളിൽ ഒന്നിനെ അയക്ക്. മഹാരാജൻ, ഇന്ന് ഗർഭിണിയായ ഒരു മാനിന്റെ ഊഴമാണ്. എനിക്ക് അവളെ അയക്കാനാവില്ല. അവൾക്ക് പകരമാണ് ഞാൻ വന്നത്. വേട്ട തുടങ്ങിക്കോളൂ. എന്ത്? നിന്റെ ജീവൻ ത്യാഗം ചെയ്യാൻ നീ തയ്യാറാണെന്നോ? അതും നിന്റെ പ്രജകൾക്ക് വേണ്ടി? അതെ, അവരെ പരിപാലിക്കേണ്ടത് എന്റെ കടമയാണ്.
രാജാവിന് വളരെ ആശ്ചര്യം തോന്നി. എന്റെ പ്രവൃത്തിയിൽ ഞാൻ നാണിക്കുന്നു. എന്നോട് ക്ഷമിച്ചാലും ഞാനൊരു പാഠം പഠിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളെയെല്ലാം വിട്ടയക്കുന്നു. നിങ്ങൾക്ക് എന്റെ സാമ്രാജ്യത്തിൽ എവിടെ വേണമെങ്കിലും ധൈര്യമായി സഞ്ചരിക്കാവുന്നതാണ്. ആരും നിങ്ങളെ വേട്ടയാടില്ല. ഇന്നു മുതൽ എന്റെ രാജ്യത്ത് നായാട്ട് ഞാൻ നിരോധിച്ചിരിക്കുന്നു. ഇതെന്റെ ആജ്ഞയാണ്. നന്ദി ഉദാരനായ രാജാവേ. വാല്യുബിൾസ്, വിലമതിപ്പുള്ള ഒന്ന്. ബസിംഗ്, തേനീച്ചയുടെ മൂളൽ. സ്പെയർ, ഉപദ്രവിക്കാതെ വിടുക. പെബിൾസ് മലയാളം.